ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അത് റീസെയിൽ വാല്യൂവിനെ ബാധിക്കില്ല. പക്ഷേ അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇൻഷുറൻസ് ക്ലെയിം നമ്മുടെ വാഹനത്തിൽ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലെയിം കഴിഞ്ഞ് നമ്മൾ വാഹനം പിന്നീട് ഒരു സമയത്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂവിന് ആ ഇൻഷുറൻസ് ക്ലെയിം ബാധിക്കുമോ? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായും കാണും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, വാഹനത്തിൽ ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റീസെയിൽ വാല്യൂ, അതായത് നാളെ ഈ വാഹനം നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ വാഹനത്തിൽ കിട്ടുന്ന വില കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ കുറയും. ഇത് നമ്മൾ പലരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലരും വാഹനം ഷോറൂംസിൽ കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ മടിക്കുന്നതിൻ്റെ പ്രധാന കാര്യം. പക്ഷേ ഇൻഷുറൻസ് വർഷാവർഷം പുതുക്കുന്നതിന് ഒരു കുറവുമില്ല. ശരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂവിനെ അത് ബാധിക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം സംശയമുള്ളത് തന്നെയാണ്. നമുക്ക് ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അത് റീസെയിൽ വാല്യൂവിനെ ബാധിക്കില്ല. പക്ഷേ അവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന പാർട്ട് ഏതാണെന്നുള്ളത്. കാരണം നമ്മൾ വാഹനം ഒരു ഫ്രണ്ട് ഹിറ്റ് ഉണ്ടായി, ബമ്പർ ഒന്ന് പൊട്ടിപ്പോയി. ഈ ബമ്പർ പൊട്ടിപ്പോയത് നമ്മൾ ക്യാഷിൽ അത് റീപ്ലേസ് ചെയ്തു, പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് കിട്ടുന്ന ഏത് വിലയാണോ അത് തന്നെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്താലും വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂവിന് വരുന്ന വില, അതിന് വ്യത്യാസമൊന്നും വരത്തില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു ഹിറ്റ് ഉണ്ടായി ബമ്പർ റീപ്ലേസ് ചെയ്തു, വേറെ അകത്തോട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു റീസെയിൽ വാല്യൂവിന് അത് ബാധിക്കില്ല. കാരണം ബമ്പർ റീപ്ലേസ്മെൻറ്റ് ഒരു മേജർ സംഭവമല്ല. ഒരു ഡോറ് മാറി, അതൊരു മേജർ കാര്യമാണ്. കാരണം ഡോറ് പൊതുവേ മാറാറില്ല. ഡോർ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് അത് നേരെയാക്കി എടുക്കാൻ സാധിക്കുന്നില്ല, അഥവാ ഒരു കീറിയിട്ടുണ്ട്. ഡോറ് കീറിക്കഴിഞ്ഞാൽ റിപ്പയർ ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ പൊതുവേ ഡോറൊക്കെ കീറിക്കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാതെ റീപ്ലേസ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ എഡ്ജ് പോർഷനിൽ, അതായത് നമ്മുടെ ഡോർസിൻ്റെയൊക്കെ എഡ്ജ് പോർഷനിൽ ബെൻഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ലെവൽ ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. ഇനി അത് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പുട്ടി കനത്തി കയറ്റി ആ ലെവൽ, ആ ചളുക്ക് അവിടെ തന്നെ നിർത്തിക്കൊണ്ട് പുട്ടി കയറ്റി അതിൻ്റെ പുറത്ത് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് നമുക്കൊരു വാഹനം ഇൻസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത്, പലപ്പോഴും ഞാൻ പല വാഹനങ്ങളും ഇൻസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. വ്യക്തമായിട്ട് ഞാനതെടുത്ത് കാണിച്ചു കൊടുക്കാറുണ്ട്, ഇങ്ങനൊരു പ്രശ്നം ഇതിലുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കാറുണ്ട്. അതേ സ്ഥാനത്ത് നിങ്ങളത് കൃത്യമായിട്ട് ഡോറ് മാറുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഡോറ് മാറി എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂയെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിക്ക് അത് ബാധിക്കും ഡോറ്. കാരണം അതൊരു മേജർ പാർട്ടാണ്. വിൻഷീൽഡ് ഗ്ലാസുകൾ, അതുകൊണ്ടാണ് നമ്മൾ വാഹനം ഇൻസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത്, അഥവാ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ എല്ലാ ഗ്ലാസുകളും ചെക്ക് ചെയ്ത് നോക്കുന്നത് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് ഗ്ലാസ്സിനെല്ലാം വർഷം വരുന്നുണ്ട്. അപ്പം ഗ്ലാസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതൊന്ന്. പിന്നെ ആപ്രോൺ, അഥവാ നമ്മുടെ വാഹനത്തിൻ്റെ ഷോക്ക് നിൽക്കുന്ന ഒരു പോർഷനാണ് ആപ്രോൺ എന്ന് പറയുന്നത്. ഈ ആപ്രോണിൻ്റെ ഭാഗം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാരണവശാൽ ആ വാഹനത്തിൻ്റെ ഷോക്കോ അല്ലെങ്കിൽ ടയറോ നിൽക്കത്തില്ല. ടയർ മെയിനായിട്ട് നിൽക്കത്തില്ല, പെട്ടെന്ന് ടയർ പോകുന്നതായിരിക്കും, അഥവാ തേഞ്ഞ് തീർന്നു പോകുന്നതായിരിക്കും. കാരണം ആ വാഹനത്തിൻ്റെ ബോഡി അലൈൻമെൻറ്റ് കൃത്യമാകത്തില്ല. പിന്നെ ഇത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ കുറയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കത്തില്ല. ക്ലെയിം ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ക്ലെയിം ചെയ്യണം. ഒരു ബമ്പർ കോർണറിൽ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, അത് ക്ലെയിം ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുമ്പോൾ ഒരു കാരണവശാലും ക്ലെയിം ചെയ്യേണ്ട. അത് ക്യാഷ് വർക്ക് ചെയ്യാം. ഏകദേശം ഒരു 1500 രൂപ റേഞ്ചിനകത്തൊക്കെ നിൽക്കത്തുള്ളൂ ഒരു ബമ്പർ കോർണർ വരികയാണെങ്കിൽ. പക്ഷേ മേജറായിട്ട് ബമ്പർ ഇടിച്ചു, കണ്ടൻസർ പോയി, അതിൻ്റെ കൂട്ടത്തിൽ റേഡിയേറ്ററിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മൂന്നും നിങ്ങൾക്ക് മാറാം. ഈ മൂന്നും മാറിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ പ്രൈസിന് അവിടെ ഒരു കുറവ് വരുന്നില്ല. അതായത് റീസെയിൽ വാല്യൂവിന് കുറവ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂവിന് ഒരു കാരണവശാലും കുറവ് വരത്തില്ല. കാരണം ഇതൊന്നും മേജർ കാര്യമല്ല. ഒരു ഇടി ഉണ്ടാകുമ്പോൾ കണ്ടൻസറും റേഡിയേറ്ററൊക്കെ മാറുന്നതാണ്. അതുകൊണ്ട് ഇനി ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആകണ്ട. വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീർക്കുക. പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും തീർത്ത് വിടുക. ഡോറ് കാര്യങ്ങളൊക്കെ സ്ക്രാച്ച് ഉണ്ട്, പുറത്ത് കൊണ്ടുപോയി ചെയ്യിക്കാമെന്ന് പറഞ്ഞാൽ പുറത്ത് ചെയ്യുന്ന പണിയുടെ വൃത്തി കുറവ് കൊണ്ട്, അല്ലെങ്കിൽ അത് ക്ലിയർ ആകാത്തടത്തോളം കാലം നിങ്ങൾ ആ വാഹനം കൊടുക്കുമ്പോൾ ഒരു മേജർ ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ എന്നുള്ള ചിന്ത വരും. അതേ സ്ഥാനത്ത് കമ്പനിയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൃത്യം
കമ്പനി ഫിനിഷോടുകൂടി അവിടെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ കമ്പനി ഫിനിഷ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം, വൃത്തിയായിട്ട് ചെയ്ത് തരാൻ പറയാം. ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് കൂടെ രേഖപ്പെടുത്തുക.